ഒരു തുള്ളി പെട്രോൾ പോലും ആവശ്യമില്ലാതെ 100% എഥനോൾ ഇന്ധനമാക്കി ഓടുന്ന ഇന്ത്യയിലെ ആദ്യ കാർ പുറത്തിറക്കിയിരിക്കുകയാണ് മാരുതി സുസുക്കി. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തിന്റെ ഊർജ്ജ മേഖലയിലും വാഹന വ്യവസായത്തിലും വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന് 100% എഥനോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യ കാർ അവതരിപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയാണ് വാഗണാർ ഫ്ലെക്സ് ഫ്യൂവൽ മോഡൽ എന്ന ആ വാഹനം അവതരിപ്പിച്ചത്. പെട്രോളിന് പകരമായി പൂർണ്ണമായും എഥനോൾ ഉപയോഗിക്കാവുന്ന വാഹനത്തിന്റെ വരവ് ഇന്ത്യയുടെ ഇന്ധന നയത്തോട് ചേർന്ന് നിൽക്കുന്ന നിർണായക ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വാഹനത്തിന്റെ അവതരണത്തോടൊപ്പം അടുത്ത 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 5000 എഥനോൾ ഇന്ധന സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയിൽ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പെട്രോളും എഥനോളും വിവിധ അനുപാതങ്ങളിൽ ചേർത്ത ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങളെയാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ എന്ന് വിളിക്കുന്നത്. മാരുതിയുടെ പുതിയ മോഡലിന് E20 മുതൽ E100 വരെ, അതായത് 20% മുതൽ 100% വരെ എഥനോൾ അടങ്ങിയ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയും. ഇതിനായി എഞ്ചിൻ സംവിധാനത്തിലും ഇന്ധന വിതരണത്തിലും പ്രത്യേക സാങ്കേതിക മാറ്റങ്ങളാണ് കമ്പനി വരുത്തിയിരിക്കുന്നത്. രൂപകൽപ്പനയിലും സൗകര്യങ്ങളിലും നിലവിലെ വാഗണാർ മോഡലിനോട് വലിയ വ്യത്യാസമില്ലെങ്കിലും ഇന്ധന സാങ്കേതിക വിദ്യയിലെ ഈ മാറ്റമാണ് പുതിയ വാഹനത്തെ പ്രത്യേകതയുള്ളതാക്കുന്നത്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയുടെയും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും സാന്നിധ്യത്തിലാണ് പുതിയ വാഹനം അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനും ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കാനും കർഷകരുടെ വരുമാനം കൂട്ടാനുമുള്ള പദ്ധതിയുടെ ഭാഗമായാണ് എഥനോൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത്. വൻതോതിൽ വിദേശ നാണയം ചിലവഴിച്ചാണ് രാജ്യം ഓരോ വർഷവും ക്രൂഡ് ഓയിൽ ഇറക്കുമതി നടത്തുന്നത്. ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ബയോഫ്യൂലുകൾക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. കരിമ്പ്, ചോളം, ധാന്യങ്ങൾ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് എഥനോൾ നിർമ്മിക്കുന്നത്. അതിനാൽ എഥനോളിന്റെ ഉപയോഗം വർദ്ധിക്കുന്നത് കാർഷിക മേഖലയ്ക്കും വലിയ നേട്ടമാണ്. കർഷകരെ ഭക്ഷ്യ ഉൽപാദകരിൽ നിന്ന് ഊർജ്ജ ഉൽപാദകരാക്കി മാറ്റുന്ന പദ്ധതിയാണിതെന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ പുതിയ വ്യവസായങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനും എഥനോൾ സമ്പദ് വ്യവസ്ഥ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ വ്യാപനം ലക്ഷ്യമിട്ട് അടുത്ത 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 5000 E100 ഇന്ധന സ്റ്റേഷനുകൾ ആരംഭിക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഡൽഹി NCR മേഖലയിലും മഹാരാഷ്ട്രയിലുമായി 100 പ്രത്യേക എഥനോൾ പമ്പുകൾ സ്ഥാപിക്കും. ഇതിനോടകം തന്നെ ഇന്ത്യ E20 ഇന്ധന മിശ്രിത ലക്ഷ്യം നിശ്ചയിച്ച സമയത്തേക്കാൾ നേരത്തെ കൈവരിച്ചിട്ടുണ്ട്. E22, E25, E27, E30 തുടങ്ങിയ ഉയർന്ന മിശ്രിത ഇന്ധനങ്ങൾക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോഴും പെട്രോളിനെയും ഡീസലിനെയും ആശ്രയിച്ച് മുന്നോട്ടു പോകുമ്പോൾ പകരം ഇന്ധനങ്ങളിലേക്ക് വേഗത്തിൽ മാറാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് 100% എഥനോളിൽ പ്രവർത്തിക്കുന്ന വാഹനത്തിന്റെ അവതരണം. ഇന്ധന ഇറക്കുമതി കുറയ്ക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കുക, ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതിയായതിനാൽ ഇന്ത്യയുടെ ഊർജ്ജ ഭാവിയിൽ ഈ നീക്കം ഒരു നിർണായക നാഴികക്കല്ലായി മാറാൻ ഇടയുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.